സ്വാമി ശരണമയ്യപ്പ. വീഡിയോ കാണുന്നവരെ വെൽക്കം ബാക്ക് ടു കാണുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ എന്നുള്ളത് എവിടെയാണ്? ശബരിമലയിലാണ്. ശബരിമല ആഴെയാണ് നമ്മൾ കുറേ കാണുന്നത്. അപ്പം വീഡിയോ മൊത്തത്തിൽ കണ്ടു വരുമ്പോഴേക്കും എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാം. സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഞാനിവിടെ തിരുനക്കര അമ്പലത്തിൽ നിന്നാണ് കെട്ടുമുറുക്കി ശബരിമലയ്ക്ക് പോകുന്നത്. രാവിലെ 6 തൊട്ട് 11 വരെ, വൈകുന്നേരം 5 തൊട്ട് 10 വരെയാണ് കെട്ടുമുറുക്ക്. സ്വാമിമാർക്ക് കുടിക്കാനുള്ള വെള്ളം കാര്യമൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുനക്കര അമ്പലത്തിൽ നിന്ന് കെട്ട് നിറച്ച് പോകുന്നവർക്ക് ഇവിടെയുള്ള സ്റ്റാളിൽ നിന്ന് തന്നെ കെട്ട് നിറയ്ക്കുള്ള സാധനങ്ങൾ കിട്ടും. മാക്സിമം ഒരു 200 ചിലവാകത്തുള്ളൂ ഇവിടുന്ന് വാങ്ങുമ്പോൾ. തിരുനക്കര മൈതാനത്തു നിന്ന് തന്നെ 8 മണിക്കും 9 മണിക്കും വൈകിട്ട് KSRTC ബസ് ശബരിമലയ്ക്കുണ്ട്. അയ്യപ്പസ്വാമിയുടെ മണ്ഡപത്തിൽ ഇരുന്നാണ് നമ്മൾ കെട്ട് നിറയ്ക്കുന്നത്. കുറഞ്ഞത് 8 സ്വാമിമാരുണ്ട് ഇവിടെ കെട്ട് നിറച്ച് തരാനായിട്ട്. തേങ്ങ അടിച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് പോയി. മൈതാനത്ത് നിന്ന് 8 മണിക്ക് പോകേണ്ട ബസ് 7:30-ക്കും 9 മണിക്ക് പോകേണ്ട ബസ് 8:30-ക്കും വരും. അരമണിക്കൂർ നേരത്തെ വന്ന് കിടക്കും. 8 മണിക്കും 9 മണിക്കും പോകേണ്ട വണ്ടിയാണെന്ന് പറഞ്ഞാൽ കൂടെ അതിനകത്ത് ആൾ അത്യാവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ സമയത്തിന് ബസ് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് എടുക്കുക. അങ്ങനെയാണ് കയറിയപ്പോൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കയറിയ ബസ് സമയത്തിന് ആളായതുകൊണ്ട് 8 മണിയായപ്പോൾ തന്നെ തിരുനക്കര മൈതാനത്ത് നിന്ന് ഞങ്ങൾ ബസ് എടുത്തു. കോട്ടയത്ത് നിന്ന് എരുമേലിക്ക് 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 1.5 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ സാധാരണ സമയം പിടിക്കും. ട്രാഫിക് ഉള്ളപ്പോഴാണെങ്കിൽ 1.5 മണിക്കൂറിന് മേലെയാകും. അപ്പോൾ തന്നെ 8 മണിക്ക് വണ്ടി വിട്ടാൽ തന്നെ കൂടി പോയി 10 മണിയാകുമ്പോഴേക്കും എരുമേലി എത്തും. ഇപ്പോൾ നിങ്ങൾ കണ്ടതിനെയാണ് എരുമേലി പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നതാണ് ശബരിമലയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം. ഇതിന് സാധാരണ പൈസ കൊടുത്താണ് എടുക്കാറുള്ളത്. അത്യാവശ്യം ചിലവുണ്ട്. ഈ കാണുന്നതാണ് എരുമേലിയുള്ള അയ്യപ്പൻ്റെ അമ്പലം. ഇവിടത്തേക്കാണ് സ്വാമിമാർ പേട്ടതുള്ളി വന്നുകൊണ്ടിരിക്കുക. എരുമേലിയിൽ നിന്ന് പമ്പ വരെ 45 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. 45 കിലോമീറ്റർ ദൂരം കവർ ചെയ്യാനായിട്ട് കുറഞ്ഞത് 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണം. ശബരിമല കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മിക്കപ്പോഴും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഫോറസ്റ്റിൽ കൂടുതൽ മഴ പെയ്യും. എരുമേലിയിൽ നിന്ന് 10 എടുത്ത ബസ് ശബരിമല പമ്പയിലെത്താനായിട്ട് 2 മണിക്കൂർ സമയം പിടിച്ചു. 12 ആയപ്പോഴാണ് നമ്മൾ പമ്പയിലെത്തിയത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതേ റൂട്ടിൽ തന്നെ പല ബസ്സുകൾ ഓടുന്നതുകൊണ്ട് തന്നെ സമയം കുറേ എടുക്കുക ആ റൂട്ടിൽ വണ്ടി എത്താനായിട്ട്. പമ്പ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ പമ്പ നദീതീരത്തേക്ക് നടക്കുമ്പോൾ കാണുന്ന അയ്യപ്പൻ്റെ ഒരു സ്റ്റാച്ചു ആണിത്. പക്ഷേ ഇതിനിവിടെ പറയുന്നത് പുലിവാഹനം പ്രതിമ എന്നാണ്. രാത്രി 12:30-ക്കാണ് ചെന്നതെന്ന് പറഞ്ഞാലും മലയ്ക്ക് പോകാൻ വന്നവർ തന്നെ ഒരു നല്ല കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ മലയ്ക്ക് പോയി വന്നവരുണ്ട്, തിരിച്ച് പോകാതെ അവിടെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ പേരും കൂടെ അവിടെ നല്ലപോലെ ആൾത്തിരക്കായിരുന്നു. അവിടെ ഇത്ര ആൾത്തിരക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പമ്പാ നദിയിലോട്ട് നോക്കുമ്പം അതിന് മാത്രം ആളൊന്നും അവിടെ ഇല്ല. കുളിക്കാനൊക്കെ ആൾക്കാർ കുറവാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും വന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോകും. ഇതിൻ്റെ കൂടെയുള്ള സ്വാമിമാരാണ് ബബിൻ സ്വാമിയും ആരോമൽ സ്വാമിയും. 1 മണിക്ക് കുളിച്ചൊരുങ്ങി വലിയ കയറാൻ ക്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് 2 മണി തൊട്ടാണ്. കാരണം അത്ര നല്ലപോലെ ആളുള്ളതുകൊണ്ട് തന്നെ 2 മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ക്യൂവിൽ നിന്ന് കന്നീട് വെട്ടാൻ പറ്റിയത്. ഇവിടത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു തേങ്ങ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ കാണാൻ കടകളിൽ നിന്ന് എവിടെ നിന്ന് 25 രൂപ കൊടുത്തൊരു തേങ്ങ. ഫിൽറ്റർ ക്യൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആധാർ കാർഡും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നമ്പർ വാങ്ങണം. ആ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ക്യൂ നിന്നിട്ട്
ശബരിമല കയറ്റം തുടങ്ങുന്നത്. അപ്പം ഏകദേശം 3/4 മണിക്കൂറോളം സമയമെടുത്തു നമ്മൾ ആ ക്യൂ ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട്. ഏകദേശം 3 മണിയായപ്പോഴാണ് ഞങ്ങൾ വൃശ്ചിൽ ക്യൂവിൽ നിന്ന് മല കയറ്റാൻ തുടങ്ങിയത്. ഇടത് ബവിൻ സ്വാമി, നടുക്ക് ആരോമൽ സ്വാമി, വലത് സൈഡിൽ ശ്രീരാഗ് സ്വാമി. 3 പേരും CMS കോളേജിൽ പഠിക്കുക. കന്നിമല, നീലിമല, കരിമല, അവസാനം ശബരിമല. അങ്ങനെ 4 മലകളാണ് മൊത്തത്തിലുള്ളത്. സംസാരിക്കാതെ മറ്റൊന്നും കൊണ്ടല്ല, ഇതിനിടയ്ക്ക് സംസാരിച്ചാൽ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. അതുകൊണ്ടാണ് സംസാരിക്കാതെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ ആരോമൽ സ്വാമിയും ശ്രീരാഗ സ്വാമിയും കുറച്ച് ഫ്രണ്ടിലുണ്ട്. ഞാനും ബവിൻ സ്വാമിയും ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങൾ സ്വയം രൂപകൽപ്പന ചെയ്ത ക്രിസ്കോസ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഞങ്ങൾ മല കയറിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ചെരിഞ്ഞ് പോകുമ്പോൾ കയറ്റം കുറയും. ഞങ്ങളുടെ പ്രത്യേകതരം ടെക്നിക്ക് ഉപയോഗിച്ച് അത്യാവശ്യം വേഗത്തിൽ തന്നെ ഞങ്ങൾ നീലിമല നല്ല രീതിയിൽ കയറി. ഏകദേശം 3 മണി ആയപ്പോഴേക്കും ഞങ്ങൾ നീലിമലയുടെ മുകളിലെത്തി. നീലിമല കഴിഞ്ഞപ്പോഴേക്കും ഞാനും ആരോമൽ സ്വാമിയുമായി കരിമല കയറ്റത്തിന് മുന്നേ. കരിമല കയറ്റം കഠിനം. കരിമല കയറിക്കൊണ്ടിരിക്കുന്നത് തീരാറായി. സ്വാമി ശരണമയ്യപ്പ. എൻ്റെ ഇരുമുടിക്ക് നല്ല കനം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു നീലമല കയറ്റത്തിൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് ശബരിപീഠം. ഞങ്ങൾ അത്യാവശ്യം നല്ല പുറകിലാണ് നിൽക്കുന്നത്. ശബരിപീഠത്തിനവിടെ നല്ലപോലെ സമയം എടുക്കുന്നുണ്ട്. കാരണം ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു 10-20 പേരെ ഓരോ നിരയായിട്ട് അകത്തോട്ട് വിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം എടുത്താണ് ഫ്രണ്ടോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരംകുത്തി അതുപോലെ തേങ്ങ ഉടയ്ക്കാനുള്ള സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയും കുറേ പേര് കുത്തുന്നുണ്ട്. ശരംകുത്തി പലയിടത്തായിട്ടുള്ളതുകൊണ്ട് അവിടെയും എല്ലായിടത്തും കുത്തുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റം തുടങ്ങിയേക്കുന്നതാണ്. 6A എന്ന് പറയുന്ന ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഓൾറെഡി തുറന്നിട്ട് അടച്ചേക്കുന്നത്. ഇപ്പോൾ വേറൊരു ബിൽഡിങ് തുറന്നേക്കാണ് അതിനകത്ത് ആൾക്കാരെ പറഞ്ഞിടാനായിട്ട്. അങ്ങനെ കറങ്ങി തിരിച്ച് 6A വരുമ്പോഴാണ് നമ്മളെ പിന്നെ ഇനി പറഞ്ഞു വിടുന്നത്. പക്ഷേ ഇതിനിടയ്ക്കായിട്ടും വേറെ കുറച്ച് പേര് തമിഴന്മാർ സ്വാമിമാരാണ്. അത് പല വഴിക്കൂടെയൊക്കെ ചാടി ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പലരും പോയിട്ടുള്ളത്. ഓരോ കൗണ്ടറിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഓരോ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയുണ്ട്. എല്ലാത്തിനും 20 രൂപ 25 രൂപയാണ് വരുന്നത്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് അണ്ണിമത്തനാണ് 25 രൂപ. ഒന്നും ഇറങ്ങുന്നില്ലായിരുന്നു അങ്ങോട്ട് കഴിച്ചിട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി കന്നിമല, നീലിമല, കരിമല കയറി കഴിഞ്ഞു. ഇനി ശബരിമലയോടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സന്നിധാനത്തെത്തി. ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ശബരിമല എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നടക്കുന്നത് ഭയങ്കര പാടാണ്. കാരണം ദൂരം കുറവാണെങ്കിൽ അങ്ങോട്ട് എത്തണമെങ്കിൽ ഇത്ര ആൾക്കാരെല്ലാം പോകാൻ ഭയങ്കര പാടാണ്. അപ്പം മുന്നിലുള്ള ആൾക്കാർ പോയി അതിൻ്റെ പുറകെ ചെന്നാലേ ഉള്ളൂ നമുക്ക് ശബരിമല കയറി ഇറങ്ങിയിട്ട് സന്നിധാനത്തെത്താൻ പറ്റത്തുള്ളൂ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഗ്യാപ്പ് റോഡ് എടുത്ത് പോകുന്നത്. കാരണം മലയ്ക്ക് വന്നവരാണെങ്കിൽ തന്നെ അവർ പല വഴിക്കൂടെ കയറിയിട്ടാണ് ഇതിലൂടെ വരുന്നത്. അപ്പം പലരും ഇങ്ങനെയൊക്കെ കയറി വരുന്നവരൊക്കെ ഉണ്ട്. മലയിൽ ഇത് ക്യൂ കയറാതെ ഈ കുന്നിക്കൂടെയൊക്കെ ചാടി അവസാനം ഈ ശരംകുത്തിയാൽ എന്നൊക്കെ പറയുന്ന ഭാഗത്തോട്ട്. ഇപ്പം എത്തിയേക്കെന്ന് പറയുന്നതാണ് ശരംകുത്തിയാൽ. ഇവിടെ എത്താൻ വേണ്ടി സമയം ഒരു 9:30 ആയി. കരിമല കയറി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 6 മണിയായെങ്കിൽ ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞത് 3 മണിക്കൂർ എടുത്തു. അപ്പം ഇവിടുന്ന് അവിടെ ചെല്ലാൻ വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് എത്രയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയ ക്യൂവിനകത്തൂടെ വേണം നമ്മൾ സന്നിധാനത്തിൻ്റെ അവിടെ എത്താനായിട്ട്. അവസാന മലയായ ശബരിമലയിൽ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കമ്പി ഗേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഓരോ സ്ലോട്ടാണ്. ഈ സ്ലോട്ടിൽ കയറി നിന്ന് വേണം അവസാനം നമ്മൾ സന്നിധാനത്തിലെത്താൻ. അവസാനം എത്തുമ്പോൾ കുറച്ച് ക്യൂ ഉണ്ട്. അതിന് മുന്നേയുള്ള സ്ലോട്ടാണ് ഈ കാണുന്നത്. ഓടിയ ചേട്ടന്മാരുടെ കൂടെ സെൽഫി എടുക്കാൻ ശ്രമിച്ചാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമലയുടെ അവിടെ നിന്ന് ശബരിമല കയറ്റം വരെ എത്താനായിട്ട് നമുക്ക് 3 മണിക്കൂർ സമയം പിടിച്ചു. അതുപോലെ തന്നെ ശബരിമല കയറ്റാൻ അവിടെ ശബരിമല ഇറങ്ങി ചെല്ലാൻ വേണ്ടി നമുക്ക് 3 മണിക്കൂർ സമയം പിടിച്ചു. ന്റെ ലീഫ് പോലെ ഒരു ഫാനുണ്ടെന്നല്ലാതെ അതിന് ഒരു തുള്ളി കാറ്റ് ആർക്കും കിട്ടുന്നില്ല. വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 12:30 ആവുന്നുണ്ട്. 1 മണി വരെയാണ് നമുക്ക് ദർശനം കിട്ടുന്ന സമയം. അത് കഴിഞ്ഞ് നമ്മൾ 4 മണി 4 വരെ കാത്തിരുന്നാലേ പിന്നെ നമുക്ക് ദർശനം കിട്ടത്തുള്ളൂ. തേങ്ങ ഉടയ്ക്കാൻ പോവാണ്. അവിടെ പൊടിയായി തേങ്ങ. വലിയ തേങ്ങയായത്, നല്ല വെള്ളമുള്ള തേങ്ങയായത്. சன்னிதானம் சுற்றுப்புறத்தில் எங்கிருந்தாலும் மரக்கூட்டம் போலீஸ் 8 போஸ்ட் ഉടച്ചേരി നമ്മൾ 18 പടി കയറാം. അയ്യപ്പ പ്രതിഷ്ഠ അവിടുത്തെ വീഡിയോസും ഫോട്ടോസും അല്ലാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ബാക്കിയായിരിക്കും പിന്നെ വീഡിയോ എടുക്കുന്നത്. അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് ശേഷം നമ്മൾ വന്നത് മാളികപ്പുറത്തമ്മയുടെ അവിടെയാണ് പനിനീരും മഞ്ഞൾ അതുപോലെ പലതും ഇവിടെ ചാർത്താറുള്ളത്. ഇവിടെ മെയിനായിട്ട് നല്ലപോലെ സ്വാമിമാർ കാണും. അതിനപ്പുറം പിന്നെ ഇവിടെ ചെയ്യുന്ന ഒരു മെയിൻ പരിപാടിയാണ് ഈ കാണുന്ന തേങ്ങ ഉരുട്ടുന്നത്. അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊരു വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ഞാൻ സാധാരണ വന്ന പ്രായത്തിലൊന്നും ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്.
12 അരമണ അടങ്ങുന്ന കേസിന് 1010 രൂപയും ഒരു അരമണിക്ക് 100 രൂപയും അപ്പത്തിന് 45 രൂപയാണ് ഇവിടുന്ന് വാങ്ങുന്നത്. ഈ അരമണയുടെ കൗണ്ടർ വരുന്നത് മാളിയപ്പുറത്തമ്മയുടെ പുറകിലായിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പം ആള് കുറഞ്ഞ് നോക്കി കയറിന്നാൽ മതി എവിടെയാണെന്ന് വെച്ചാൽ. അപ്പുറത്തെ ഉണ്ട്, ഞാൻ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് തൊട്ടടുത്ത് തന്നെയായിട്ട് അന്നദാന മണ്ഡപം എന്ന് പറഞ്ഞ കൊടുത്തടുത്തുണ്ട്, അവിടെയുണ്ട് അരവണ. ഇതോ ഞാൻ വാങ്ങിച്ചതാണെങ്കിൽ 3 അരവണയും അതോടൊപ്പം 3 അപ്പവും കൂടെ വാങ്ങിച്ചു. മൊത്തം 435 രൂപയായി വില. മലപ്പുറത്തമ്മയുടെ തൊട്ടടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അന്നദാനത്തിൻ്റെ ഒരു ബിൽഡിംഗ് ആയത്. ഇവിടെ നമ്മൾ ടോക്കൺ വാങ്ങിച്ച് വേണം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിയും. ടോക്കൺ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ ക്യൂയിലൂടെ ചെന്ന് അവസാനം അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ടോക്കൺ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് മാളികപ്പുറത്തമ്മയുടെ അടുത്തായിട്ട് ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ ഫുഡ് കഴിക്കാണ്ട് വന്ന് നിൽക്കുക. നല്ല വലിയ ക്യൂ ആണ്. മലയ്ക്ക് വന്നാൽ ഇങ്ങനത്തെ പരിപാടിക്കുന്ന സ്വാമിമാരും ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോക്കൺ. ഈ ടോക്കൺ നമ്മൾ കൈവച്ചാൽ മാത്രം മതി. അത് നമ്മൾ കയറി അങ്ങോട്ട് കാണിച്ച് എന്നോട് ഇരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ടോക്കൺ പിന്നെ കാണിക്കേണ്ട കാര്യമില്ല. അച്ചാറും സാമ്പാറുമാണ് നമുക്ക് ചോറിനോട് കറിയായിട്ട് കിട്ടുന്നത്. നമുക്ക് മലയ്ക്ക് വരുമ്പോൾ തന്നെ ധാരാളം. പെട്ടെന്ന് വയറ് കുറച്ച് ചോറുണ്ടായിരുന്നു, പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. അപ്പം എൻ്റെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിച്ചിട്ട് നമ്മളിനി ആഴിലോട്ട് നീ കൊണ്ടുവന്ന് നെയ്ത്തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ ആഴിലോട്ട് ഇടാൻ പോകും. അത് ചെയ്യാൻ പോയി അടുത്ത്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് എത്തിച്ചിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി അപ്പുറത്ത് ചെല്ലുവാണെങ്കിൽ അവിടെയായിട്ട് ആഴിയുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് നെയ്ത്തേങ്ങ ഇടാനും പറ്റും. അവിടെ തന്നെയായിട്ട് അരവണയും അപ്പമൊക്കെ വാങ്ങാൻ കൗണ്ടറുണ്ട്. മാളിപ്പുറത്ത് നമ്മളവിടെ കണ്ടതിനേക്കാളും 3 ഇരട്ടി ക്യൂ ഉള്ളൊരു കൗണ്ടറാണ് ഈ കാണുന്നത്. അത് നമ്മുടെ ആഴിയുടെ തൊട്ടടുത്തായിട്ട് വരും. അരവണ കൗണ്ടറിൽ നിന്ന് ശർക്കര പായസം കിട്ടും. 25 രൂപ വില. അദ്ദേഹത്തോട് വലിയ താല്പര്യമില്ല. എനിക്ക് എരിവിനോടാണ് താല്പര്യം. അപ്പം എരിവായിട്ടുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കായിരുന്നു. അതിനെനിക്ക് വലിയ താല്പര്യം. വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഞാനിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ, വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡറിലാക്കിയിട്ട് തിരിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണ്. ആഴിയിലോട്ട് തേങ്ങ മറ്റേ നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് കൂടെ ഇട്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. പായസം അരവണയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇറങ്ങാൻ പമ്പയിൽ ചെല്ലുക. പമ്പയിൽ നിന്ന് ശിവയിലോട്ട് കൊണ്ടുവന്ന് തോൽസഞ്ചി എടുത്തതിൽ ഇപ്പോൾ കിട്ടിയ സാധനങ്ങൾ കാണിച്ചു തരാം. ആണ് തോൽസഞ്ചി കണ്ടുണ്ടായിരുന്നത്. ഇരുമുടിയുടേത്, അതുപോലെ അവലും മലരും മാളികപ്പുറത്ത് പൂജിച്ചത്, പിന്നെ നെയ്യ്, 3 അരവണ, 3 അപ്പം, പിന്നെ പ്രൂഫ് കാണിക്കാൻ കൊണ്ടുവന്നത്, തോർത്ത്, ഹെയർ ബാൻഡ്, പിന്നെ ഈ തേങ്ങ. ഇതിവിടെ ആടിയിട്ടിടാനായിട്ട്. പിന്നെ ഐഫോണിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ചാർജറും, പിന്നെ ഒരു ആപ്പിളിൻ്റെ ഇത്. ഇത്രയാണ് കൊണ്ടുവന്നത്. ആകെ ചെയ്യാനുള്ളത് ഈ കാണുന്ന നെയ്ത്തേങ്ങ എടുത്ത് ആകിലിടുക, എന്നിട്ട് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അപ്പോൾ നെയ്ത്തേങ്ങ എടുത്തിട്ടെ. ഈ കാണുന്നതാണ് നെയ്ത്തേങ്ങ. ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ആയിട്ടിടും. എടുത്തോട്ടെ. അടുത്ത് അതും പോയി. ലാസ്റ്റ് വേണം. ദർശനവും കഴിഞ്ഞ് അരവണയും വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ച് ആഴി വന്ന് തേങ്ങ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും സമയം 4:06 അപ്പോഴേക്കും പിന്നെയും ദർശനം തുടങ്ങിയായിരുന്നു. പല നാട്ടിൽ നിന്നാകുമ്പോൾ പലർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ഇതെന്ത് രീതിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ശബരിമല എവിടെ ചെന്നാലും മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെയുള്ള ട്രാക്ടേഴ്സാണ്. അതും എല്ലായിടത്തും മിക്കപ്പോഴും കാണാൻ പറ്റും. ശ്രീരാഗസ്വാമി ഇൻസ്റ്റയുടെ സ്റ്റോറിക്ക് വേണ്ടിയുള്ള ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ശർക്കര പായസം എന്തുകൊണ്ടും വാങ്ങാനും നന്നതായെന്ന് ഇവർ തിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ശർക്കര പായസം എന്ന് പറഞ്ഞാൽ തന്നെ ശർക്കര മാത്രമേ ഇതിനകത്തുള്ളൂ, പായസമായിട്ട് ഒന്നും ഇതിനകത്തില്ല. ഭയങ്കര മധുരമായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കാണ്.
വേറെ പട്ടികൾ തിരിച്ചിറങ്ങുന്നതായിരിക്കും ഞങ്ങൾ വെള്ളരിക്ക മുളകിലിട്ടത് വാങ്ങിച്ചു. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. പക്ഷേ എല്ലാവരും തിന്നില്ല. ജീവിതത്തിൽ എളുപ്പമുള്ള വഴി നോക്കാതെ ഇച്ചിരി കൂടി ടഫായ ലുക്കുള്ള വഴികൾ നോക്കി പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ വഴിക്ക് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, എളുപ്പത്തിൽ വീട്ടിൽ ചെല്ലാനായിട്ട് സമയം ലാഭിക്കാൻ വേണ്ടി പോയ പോക്കാണ്. സമയം ലാഭിച്ചു, കുറച്ച് വഴുതിയെന്നൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് ഇറങ്ങി ചെന്ന്. മല കയറുന്നേക്കാളും സത്യം പറഞ്ഞാൽ പാഴ് മല ഇറങ്ങാം. കാരണം കൂടുതലും പ്രഷർ നമ്മൾ കാലിലോട്ട് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് കാലിന്. കൂടെയുള്ള ശ്രീരാഗ സ്വാമിക്കും ആരോമ സ്വാമിക്കും കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഞങ്ങൾ പമ്പ നദീതീരത്ത് തന്നെ വന്നു. അപ്പം ഞാനും ബബിൻ സ്വാമിയും കുളിക്കുന്നില്ല. ശ്രീരാഗ സ്വാമിയും പിന്നെ ആരോമ സ്വാമിയാണ് കുളിക്കുന്നത്. മഹാമനസ്കനായ ശ്രീരാഗ സ്വാമി കാൽ നനയ്ക്കാൻ മടിയുള്ളവർക്ക് കാൽ നനച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കുളിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞാലും തണുപ്പ് മനസ്സിലായപ്പോഴാണ് കുളിക്കണോ വേണ്ടോ എന്നൊരു ഡൗട്ടിൽ നിൽക്കുന്നതാണ് കാണുന്നത്. തല നനയ്ക്കണോ അദ്ദേഹം മാത്രം നനയ്ക്കണോ എന്നൊരു ഡൗട്ടിലായിരുന്നു കുറേ നേരം. സീമസ് കോളേജിൽ പഠിക്കുന്ന ശ്രീരാഗ് സ്വാമി നീർക്കാക്കയെ അനുകരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. മറുഭാഗത്ത് ആരോമ സ്വാമി നരസിംഹത്തെ അനുകരിക്കുന്ന വെള്ളം കുറവായിപ്പോയി ഫ്ലോപ്പായിപ്പോയി. പിന്നെ വേറൊന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് തലയും തോർത്തിങ്ങ് കയറിപ്പോന്നു. ശ്രീരാഗ് സ്വാമി ആരോമ സ്വാമിയും കുളിച്ചിട്ടുണ്ടെങ്കിൽ സമയം 6:30 ആയിരുന്നു. 6:30 കഴിയുമ്പോഴാണ് ഇവിടെ സന്നിധാനത്തിൽ ദീപാരാധന. ആ ദീപാരാധനയ്ക്കുള്ള മണിമുഴക്കാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ മൊത്തം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫോണിന് ചാർജ് കുറവാണ്, 2% ഉള്ളൂ. അപ്പം പറ്റുവാണെങ്കിൽ ബാക്കിയുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഇതോടുകൂടി വീഡിയോ എൻഡ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.